SSLC പരീക്ഷ കഴിഞ്ഞു മടങ്ങുന്ന കുട്ടികൾക്കൊപ്പം ഞങ്ങളുടെ റിപ്പോർട്ടർമാരും ചേരുകയാണ്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കാഴ്ചകളിലേക്കും ഒപ്പം കുട്ടികളുടെ ചില ആശങ്കകളിലേക്കും നമ്മൾ ഇതാ പോകുന്നു. റിപ്പോർട്ടർമാരായ റഹീസ് റഷീദ്, ദിലീപ് ദേവസ്യ, ആദിൽ പാലോട്ട്, സാനിയോ മനോമി, ദീപക് മലയമ്മ, മുബഷീർ പി അക്ബർ, അഷ്കർ അലി എന്നിവർ ചേരുകയാണ്. ഓരോ സ്കൂളിലെയും വിശേഷങ്ങൾ നമുക്കറിയണം, കുട്ടികളെ നമുക്ക് കേൾക്കണം, ഇനിയുള്ള അവധിക്കാലം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയണം, ഒപ്പം കുട്ടികളുടെ ചില ആശങ്കകൾ കൂടി അറിയണം, ഈ പരീക്ഷാകാലത്തെ ചില പ്രതിസന്ധികൾ ഒന്നുകൂടി കേൾക്കണം. അപ്പോൾ നമ്മളിതാ പോവുകയാണ്. പലവിധ നിയന്ത്രണങ്ങൾക്കിടയിലും അവസാന ദിവസം കളറാക്കി SSLC വിദ്യാർത്ഥികൾ. പരസ്പരം ചായം തേച്ചും യൂണിഫോമിൽ കളർ പെന്നുകൊണ്ട് പേരുകൾ എഴുതിയും അവർ പരസ്പരം ആഘോഷിച്ചു. കരഞ്ഞും കെട്ടിപ്പിടിച്ചും ഓട്ടോഗ്രാഫ് എഴുതിയും അധ്യാപകരോട് യാത്ര പറഞ്ഞും അവർ സ്കൂളിൽ നിന്ന് പടിയിറങ്ങി. കുട്ടികൾക്കൊപ്പം റഹീസ് റഷീദ് ചേരുന്നു. റഹീസിലേക്ക്. റോഷ്നി, SSLC പരീക്ഷ കഴിയുമ്പോൾ ആഘോഷങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞപ്പം ഒട്ടും ആഘോഷം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചാണ് സ്കൂളിൽ വന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, പിള്ളേർ അടിപൊളിയാണ്. അവരവരെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ ആഘോഷിക്കുന്നുണ്ട്. ഇതാ ചായം വാരി വിതറാണ്. ആരാ ഇതിന്റെ ലീഡർ? ആരാ ചായം കൊണ്ടുവന്ന്? എത്ര കവർ കൊണ്ടുവന്ന്? തീർന്നോ? ഇനിയില്ലേ? ആരും കൊണ്ടുവന്നില്ല. പിന്നെ ഈ മോളുടെ മുഖത്തില്ലല്ലോ. ആഘോഷം ഇതാ മൊത്തം കുളിച്ച്, ചായത്തിൽ കുളിച്ച്. ആരാ ഇത് ഇത്ര വലിയ മുഖത്ത് ഫുള്ളിട്ടുള്ളൂ? മേക്കപ്പ് ഇട്ടതുപോലെ. നിങ്ങളിവിടെ പാട്ട് പാടുന്ന ആരാളാ? ആരാ സ്കൂൾ ലീഡറാ? എന്നിട്ടാണ് നാണം. പാട് തുടങ്ങിയാ മതി, ഇവര് ബാക്കി കൂടും. ഇതാണോ പാട്ട്? നിങ്ങള് ഇതെന്തൊക്കെയാ എഴുതിയിരിക്കുന്നത്? നേഹയാ? നേഹ. ഇതെന്താ മോളുടെ കയ്യിൽ? എന്താ? ഹലോ. അലോണ നിങ്ങളുടെ പേരാ? ഇതെന്തൊക്കെയാ? ഇത് മേക്കപ്പ് ഇടുകയാണോ മേക്കപ്പ് കളയാണോ? എല്ലായിടത്തും മുഖത്തടിച്ചു തന്നു. ചെവിയിലൊക്കെ ഒട്ടും മുഖത്തിട്ടില്ല അല്ലേ? ഇട്ട് തുടച്ചാണ്. തലയിലൊക്കെ ഇട്ടാരാ ചെയ്തത്? അവിടെ നല്ലൊരു ചായം തേക്കണം. കൊടഞ്ഞിടുകയാണ്, അതായത് ആ കവറ് മൊത്തത്തിൽ കൊടഞ്ഞിടുകയാണ്. ഇത് മഞ്ഞളാ? ഹോളി പൗഡറാ. ഓടിച്ചിട്ട് വട്ടം പിടിച്ച് ചായം പൂശിയാണ്. ഇതാ എഴുതുന്നു ലവ് യു. എല്ലാവരും ലവ് യു ആണ്. മിസ് യു, ലവ് യു. പിന്നെന്താ അവർക്കിടയിലെ പേരുകളുണ്ട്, അത് നമ്മളോട് പലരും പറയില്ല എന്നാണ് പറയുന്നത്. ഇതാ ലവ് യു ലവ് യു ലവ് യു എന്നെഴുതുന്നു. ഓട്ടോഗ്രാഫ് കുറച്ച് പേരുടെ കയ്യിലൊക്കെ ഉണ്ടല്ലേ? ഓട്ടോഗ്രാഫൊക്കെ ഉണ്ട്. എന്തൊക്കെയാ അതിൻ്റെ തുള്ളത്? എന്നെ നീ മിസ് ചെയ്യും, കാരണം ഞാൻ നല്ല കുട്ടിയാണ്. സ്വയം തന്നെ പൊക്കിയൊക്കെ എഴുതിക്കുന്നുണ്ട്. പിന്നെ സുഖം തന്നെ, കല്യാണത്തിനൊക്കെ വിളിക്കൂ. പിന്നെ പണ്ടത്തെ മെമ്മറീസ്, വെള്ളം ഒഴിച്ചതും ക്ലാസ്സിലിരുന്ന് ചിരിച്ചതൊക്കെ എഴുതി മിസ് ചെയ്യും. ഫോൺ വിളിക്കണം എന്നൊക്കെ. മന്തി കഴിക്കാൻ പോവുകയാണ്. ഓൺ ദ വേ. എന്ത് മന്തിയാ കഴിക്കാൻ? അൽഫാം പെരി പെരി അല്ല, പൈസ ഇല്ല. പെരി പെരി കഴിക്കാനൊന്നും പൈസ ഇല്ല. പെരി പെരിയാണ് കഴിക്കുന്നത്. പിള്ളേരങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ? സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി ഉടൻ തന്നെ, സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധ്യാപകർക്ക് ആ തരത്തിൽ ഉത്തരവാദിത്തമില്ലല്ലോ. മാതാപിതാക്കൾ പലരുടെയും പുറത്തുണ്ട്. അവർ ചില രക്ഷിതാക്കൾ അങ്ങനെ ചില അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നു. പുറത്തിറങ്ങി ഏറ്റവും അടുത്ത കൂട്ടുകാരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പിഴിയുക എന്നൊരു തീരുമാനവും എടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മളോട് അവർ തുറന്നു പറഞ്ഞതാണ്. അങ്ങനെ പറയാത്ത പലതരത്തിലുള്ള ആഘോഷങ്ങളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് റോഷി.